പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം ശക്തമാക്കിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്ന ചില പോസ്റ്റുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇഫ് യു ലവ് വാർ സോ മച്ച്, സിറ്റ് യുവർ ഓൺ ആസ് ഓൺ ദ നെക്സ്റ്റ് മിസൈൽ ബീയിങ് ഫയർഡ് ആൻഡ് റൈറ്റ് ഓഫ് ടാങ്ക്സ്. അടുത്തൊരു പോസ്റ്റാണ്. ആൻറ്റി വാർ ഈസ് നൗ ആൻറ്റി നാഷണൽ. ഇല്ല, ഒരിക്കലും ദേശദ്രോഹി എന്നൊന്നും പറയില്ല. ഈ സമയത്ത് ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് ഔചിത്യമില്ലായ്മ എന്ന് മാത്രമേ പറയാനുള്ളൂ. യുദ്ധസമയത്ത് സമാധാന സന്ദേശം പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകളൊക്കെ നല്ലത് തന്നെയാണ്. ഇത്തരം ശ്രമങ്ങൾ വളരെ സജീവമായി നടക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ നിലനിന്ന് പോകുന്നതും. അതെല്ലാം ശരിയാണ്. ഇത്തരക്കാർക്കാണ് ആരാധകർ കൂടുതലുള്ളത്. ബ്രിട്ടീഷ് കാലത്ത് മറ്റ് നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിട്ടും ഗാന്ധിജിക്ക് പിന്തുണ കൂടാൻ കാരണവും ഇതുതന്നെയാണ്. പല സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇതുവരെ നമ്മുടെ ഭാരതം പിന്തുടർന്നു വന്നതും അഹിംസയും സമാധാനവും സഹനവും ഒക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനിടയ്ക്ക് ഒരു സിനിമാ കഥ പറഞ്ഞുതരാം. തെറി എന്ന വിജയ് ചിത്രത്തിൽ ജോസഫ് കുരുവിള എന്ന കഥാപാത്രം തൻ്റെ മകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. റോഡിലൊരു പോത്ത് നിൽക്കുകയാണ്. നമ്മൾ അതിനോട് പോത്തെ എന്ന് പറഞ്ഞാൽ അത് പോവില്ല. പക്ഷെ പകരം ഒരു വടിയെടുത്ത് ചെറിയൊരു തല്ല് കൊടുത്താലേ അത് പോകൂ. അതിൻ്റെ പേര് വയലൻസ് എന്നല്ല. ആ പോത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ ആ വിഷയം അവതരിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ ലളിതമായിട്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം പറഞ്ഞു തരാൻ കഴിയില്ല. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ തിരഞ്ഞു നോക്ക്. 1980 മുതൽ ഇന്നേ വരെ ഇന്ത്യയിൽ വലുതും ചെറുതുമായ 122 തീവ്രവാദി ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവയിലെല്ലാം കൂടി കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് നിഷ്കളങ്കരും സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങളാണ്. എന്നെയും നിങ്ങളെയും പോലെയുള്ളവർ. AC മുറിയിൽ സുഖമായിരുന്നാൽ യുദ്ധത്തിൻ്റെ ദുരിതം അറിയില്ലെന്നും മിസൈലുകൾ നിറയൊഴിക്കുന്നതിൻ്റെ സമീപം താമസിച്ചു നോക്കണമെന്നുമല്ലേ സമാധാനവാദികൾ പറയുന്നത്. മുൻപ് കണ്ട കണക്കുകൾ വെച്ചൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആ തീവ്രവാദി ആക്രമണങ്ങൾ കാരണം ദുരിതം അനുഭവിച്ചാലേ അതിൻ്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. സമാധാനത്തിൻ്റെ പറവകളോട് മറ്റൊരു ചോദ്യം. പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? പുൽവാമയിലും ഉറിയിലും സൈനികരെ ഭീകരന്മാർ കൊന്നൊടുക്കിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? 2008 മുംബൈ ഭീകരാക്രമണം, 2021 പാർലമെൻറ്റ് ആക്രമണം, 1993 മുംബൈ സ്ഫോടന പരമ്പര. അപ്പോഴൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. TV-യിലും പത്രത്തിലുമൊക്കെ ഈ വാർത്ത കണ്ട് അയ്യോ കഷ്ടം തന്നെ എന്ന് പറഞ്ഞൊരു 5 മിനിറ്റ് വിഷമിച്ചിരുന്നിട്ട് പിന്നെ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി അങ്ങ് പോകും. അത്രയേ ഉള്ളൂ. ശരിക്കും അതല്ലേ ശരി? ഇന്നത്തെ ജെൻസി കിഡ്സ് ആണെങ്കിൽ ഈ വാർത്തകൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു സാഡ് മ്യൂസിക് വിട്ട് അങ്ങ് ഷെയർ ചെയ്ത് അനുശോചനം രേഖപ്പെടുത്തും. 24 മണിക്കൂറിന് ശേഷം സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഡിസപ്പിയർ ആകുന്നത് വരെ മാത്രമേ കാണൂ ആ രക്തത്തിളപ്പ്. 2019 ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണം ഇന്ന് പലർക്കും, പ്രത്യേകിച്ച് സിംഗിൾസിന്, വാലന്റൈൻസ് ഡേ ബഹിഷ്കരിക്കാനുള്ള കേവലം ഒരു തന്ത്രം മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ വരെ ഇറങ്ങിക്കഴിഞ്ഞു. ഭീകരന്മാർ വീണ്ടും വീണ്ടും നിരപരാധികളായ ഇരകളെ കൊന്നു തള്ളും. നിങ്ങളപ്പോഴൊക്കെ സ്റ്റാറ്റസ് ഇടും. കുറച്ചു കഴിഞ്ഞ് എല്ലാം മറക്കുകയും ചെയ്യും. അവസാനം നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള വേദന എന്താണെന്ന് മനസ്സിലാകൂ. എന്നാൽ ഇന്ത്യ എന്ന രാജ്യം ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു. ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്ന അഹിംസയുടെ വഴി സ്വീകരിച്ചു. പക്ഷെ നമ്മുടെ സഹനത്തെ ദൗർബല്യമായി കണ്ട് ഭീകരന്മാർ വീണ്ടും ആക്രമണം തുടരുകയാണ്. ഈ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് ഗാന്ധിജിയുടെ വഴിയല്ല, നേതാജിയുടെ വഴിയാണ്. കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകാത്ത പോത്തിനെ കമ്പെടുത്ത് 2 എണ്ണം കൊടുത്തോടിക്കണം. ഭീകരന്മാരെ ഒന്നൊന്നായി കണ്ടെത്തി കൊന്നു തള്ളണം. അതുതന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ചെയ്യുന്നതും. ഭീകരന്മാരെ മുട്ടയിട്ട് വിരിയിച്ചെടുക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് തക്കതായ മറുപടി അത് കൊടുത്തേ തീരൂ. എന്നാൽ അതിർത്തി സംസ്ഥാനങ്ങൾ ഡ്രോണുകൾ വിക്ഷേപിച്ച് അവർ പാവങ്ങളെ കൊല്ലുന്നത് പോലെയല്ല. ഇന്ത്യയുടെ എതിർപ്പ് പാകിസ്ഥാൻ ഭരണകൂടത്തിനോടാണ്, അല്ലാതെ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളോടോ പട്ടാളക്കാരോടോ അല്ല. ഇന്ത്യക്ക് ഭീഷണിയാകുന്ന ഭീകര കേന്ദ്രങ്ങളിലേക്കും രാജ്യത്തേക്ക് ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിക്കുന്ന പാക് ഡിഫൻസ് സിസ്റ്റത്തെ മാത്രമാണ് നമ്മൾ ആക്രമിക്കുന്നത്. അവയെ വേരോട് പിഴുതു കളയുന്നത് വരെ അത് തുടരുകയും ചെയ്യും. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ മകൾ ആരതി മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ, ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി. നിങ്ങൾ വെറുതെ ഒന്ന് പാകിസ്ഥാനിലോട്ട് നോക്കൂ. അവിടെ ഒരു വശത്ത് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വേണമെന്ന പേരിൽ ആക്രമണങ്ങൾ നടക്കുന്നു. ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന പേരിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു.
പാകിസ്ഥാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി ജനങ്ങളും പ്രതിപക്ഷവും പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തുന്നു. എന്നാൽ ഇന്ത്യയിലോ? ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാരിനൊപ്പമുണ്ടെന്ന നിലപാടാണ് സ്വീകരിച്ചത്. പാർട്ടി അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടയ്ക്ക് പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും പാർട്ടി തന്നെ അത് തിരുത്തി. കേന്ദ്രത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന പിണറായി വിജയൻ, MK സ്റ്റാലിൻ, മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിമാരും സർക്കാരിനോടൊപ്പമാണെന്ന് അറിയിച്ചു കഴിഞ്ഞു. അതിർത്തിക്കപ്പുറത്ത് ഒരു രാജ്യം പല പക്ഷത്ത് നിന്ന് പരസ്പരം പോരടിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ അതുവരെ പോരടിച്ചിരുന്ന എല്ലാവരും രാജ്യത്തിന് വേണ്ടി ഒന്നിക്കുന്നു. അതെ, ഇതാണ് ഇന്ത്യ, ഇതാണ് നമ്മുടെ ഐക്യം, ഇത് തന്നെയാണ് നമ്മുടെ പാരമ്പര്യവും. ഈ സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ പോസ്റ്റും ചിലപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തന്നെ ആയുധമായി ഉപയോഗിച്ചേക്കാം. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യക്കകത്തു നിന്ന് തന്നെ എതിർപ്പുണ്ടെന്ന പേരിൽ അവർ പ്രചരിപ്പിക്കാനും സാധ്യതയുണ്ട്. അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ പ്രതിസന്ധിയിലാക്കും. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് രാജ്യത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, അറ്റ്ലീസ്റ്റ് നിശബ്ദരായിരുന്ന് ശത്രുക്കളുടെ ആയുധമായി മാറാതെയെങ്കിലും സഹകരിച്ചൂടെ? സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവരെ വളഞ്ഞിട്ട് വിമർശിക്കാനും എല്ലാം നമുക്ക് അവസരമുണ്ട്, ഒരുപാട്. അത് ഉറപ്പുമാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ്. ജയ് ഹിന്ദ്.